നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. ആലപ്പുഴയിലെ ബി.ജെ.പി. നേതാവ് രൺജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ 15 SDPI പ്രവർത്തകരും കുറ്റക്കാർ. 15 പേർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. കേസിലെ പ്രോസിക്യൂഷന് ചാർജ് ഷീറ്റിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പ്രതികൾക്കെതിരായി സംശയലേശമന്യേ തെളിയിക്കാൻ സാധിച്ചതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ രഞ്ജി ശ്രീനിവാസനെ പുരയ്ക്കകത്ത് കയറി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്ക് 302 എന്ന് പറയുന്ന കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 9 മുതൽ 12 വരെ പ്രതികൾ, അകത്ത് കയറിയ 1 മുതൽ 8 വരെ പ്രതികൾക്ക് സഹായികളായി പുറത്തു നിന്ന 9 മുതൽ 12 വരെ പ്രതികളെ ഇന്ത്യൻ ശിക്ഷാ നിയമം 149 വകുപ്പിന്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ കൊലപാതകത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത 13, 14, 15 പ്രതികൾ, അവരെയും ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്ന ഗൂഢാലോചനയും കൊലപാതക കുറ്റത്തിന്റെയും സഹായത്തിൽ 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം അവർക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി. അതുകൂടാതെ തന്നെ ഇപ്രകാരമുള്ള കൊലപാതകം നടക്കുന്ന സമയത്ത് രഞ്ജിത്തിന്റെ മാതാവിനെയും രഞ്ജിത്തിന്റെ ഭാര്യയെയും ഉപദ്രവിച്ച പ്രതികൾക്കെതിരെയുള്ള കുറ്റകൃത്യവും കോടതി കണ്ടെത്തി കഴിഞ്ഞു. വീട്ടിൽ അതിക്രമിച്ച് കടന്നു കയറുകയും അതുപോലെ തന്നെ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കടന്നു കയറിയ കുറ്റകൃത്യങ്ങള്, അതേപോലെ തന്നെ വീട്ടിൽ നാശനഷ്ടങ്ങൾ വരുത്തിയ കുറ്റകൃത്യങ്ങള്, തെളിവ് നശിപ്പിച്ച കുറ്റകൃത്യങ്ങൾ, ഇവയെല്ലാം പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളതായിട്ടാണ് കോടതി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മുഴുവൻ പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് രൺജി ശ്രീനിവാസന്റെ ഭാര്യ ലിഷയും പരമാവധി ശിക്ഷ നൽകണമെന്ന് അമ്മയും പ്രതികരിച്ചു. വിധിയിൽ ആശ്വാസമുണ്ട്. 15 പേരും കുറ്റക്കാരാണെന്ന് കണ്ടതിൽ ആശ്വാസമുണ്ട്. ഈ ശിക്ഷ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് പരമാവധി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നമ്മളെ പരമാവധി ബുദ്ധിമുട്ടിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവർ കേസ് നീട്ടാനും പല പ്രാവശ്യം സ്റ്റേയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. എന്നാലും കോടതി അതിനെല്ലാം മേലെ സത്യത്തിൽ കണ്ടെത്തി എന്നുള്ളൊരു ആശ്വാസമാണ്. ശരിക്കും സുപ്രീം കോടതി വരെ പോയതാണ് അവർ. ഏതായാലും സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധിക്ക് വിട്ടു. ഹൈക്കോടതി അടുത്ത സ്റ്റേഷൻ തൊട്ടടുത്ത അഡീഷണൽ ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റിയതായിരുന്നു. തിങ്കളാഴ്ച അവരുടെ ഭാഗം കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷമേ ശിക്ഷാവിധി പറയുകയുള്ളൂ. നീതിപീഠത്തിൽ വിശ്വാസമുണ്ട്. ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകുമെന്നുള്ളതാണ് വിവരം. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത്. SDPI പ്രവർത്തകൻ ഷാന്റെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടായ രൺജിത് ശ്രീനിവാസന്റെ ഈ കൊലപാതകം കൃത്യമായ ഗൂഢാലോചന അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ഹിറ്റ് ലിസ്റ്റ്, അതിൽ നിന്ന് അതിവേഗത്തിൽ നടപ്പാക്കിയ ക്രൂരമായിട്ടുള്ള കൊലപാതകം. പ്രോസിക്യൂഷന്റെ നിരത്തൽ അങ്ങനെയായിരുന്നു. പ്രോസിക്യൂഷന്റെ വാദം അത് പൂർണ്ണമായും തെളിയിക്കാൻ സാധിച്ച ആ ഒരു സാഹചര്യങ്ങൾ, അതിന്റെ ഒരു വാദത്തിന്റെ നാൾ വഴികൾ ആദ്യം. എൽദോ പറഞ്ഞതുപോലെ തന്നെ രൺജി ശ്രീനിവാസന്റെ വധം, അത് ഷാന്റെയും രഞ്ജിത്തിന്റെയും കൊലപാതകങ്ങൾ കേരളത്തെ ഞെട്ടിച്ച കൊലപാതകങ്ങളായിരുന്നു. കാരണം SDPI നേതാവായ ഷാൻ കൊല ചെയ്യപ്പെട്ട മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ, അതായത് ഒരു സംഘർഷ സാധ്യതയും മറ്റ് ആക്രമണ സാധ്യതയും ഉണ്ട് എന്ന് കരുതി പോലീസ് വലിയൊരു വല വിരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ താമസിച്ചിരുന്ന ആലപ്പുഴ നഗരത്തിലെ ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ താമസിച്ചിരുന്ന രൺജി ശ്രീനിവാസന്റെ വീട്ടിലേക്ക് SDPI പ്രവർത്തകരായ പ്രതികൾ എത്തുകയും അവർ രാവിലെ 6:30 മണിക്ക് ആ വീട്ടിലെത്തി കൊലപാതകം നടത്തി പോവുകയും ചെയ്തിട്ടുള്ളത്. പ്രതികൾക്ക് യഥേഷ്ടം വരാനും തിരിച്ചു പോകാനും കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കനത്ത പോലീസ് കാവലിലാണ് ആലപ്പുഴ എന്ന് പറയുമ്പോഴാണ് അത്തരത്തിലൊരു കൊലപാതകം നടന്നത്. പോലീസിന് തന്നെ ഏറ്റ ഒരു പ്രഹരം പോലെയായിരുന്നു ഈ കൊലപാതകം. ഇതിലേക്കൊക്കെ നയിച്ചൊരു സാഹചര്യം എന്ന് പറയുന്നത് വയലാറിലെ RSS പ്രവർത്തകനായിരുന്ന നന്ദു കൃഷ്ണ കൊല ചെയ്യപ്പെട്ട സംഭവമാണ് ഈ 2 കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ. അതായത് വയലാറിൽ നന്ദു കൊല ചെയ്യപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാലാണ്. തുടർന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട നന്ദുവിന്റെ കൊലപാതകത്തിന് ശേഷം ഒരു പ്രതികാര നടപടി തിരിച്ച് ഒരുപക്ഷെ RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു കണക്ക് കൂട്ടൽ
SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും ഉണ്ടായിരുന്നു. തുടർന്ന് അവർ നടപ്പാക്കിയ ഒരു പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണ് രഞ്ജിത്ത് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം നടക്കുമ്പോൾ 2021 ഡിസംബർ 19-നാണ് രഞ്ജിത്ത് കൊല ചെയ്യപ്പെടുന്നത്. അത്തരത്തിൽ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഒരു കൊലപാതകം നടക്കുമ്പോൾ മറ്റ് OBC മോർച്ചയുടെ സംസ്ഥാന നേതാവായി ഒരു സംസ്ഥാന നേതാവ്, കാരണം ഷാൻ കൊല്ലപ്പെടുമ്പോൾ ഷാൻ SDPയുടെ സംസ്ഥാന നേതാവാണ്, സംസ്ഥാന ഭാരവാഹിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരാളെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് എല്ലാവരും കണക്ക് കൂട്ടിയത്. പക്ഷേ അങ്ങനെ അല്ല എന്നുള്ള ഞെട്ടിക്കുന്ന വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പിന്നീട് അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തുകയും പിന്നീട് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രതാപ് ജി പടിക്കൽ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയത് കൊല ചെയ്യാനുള്ള, അതായത് നന്ദുവിന്റെ കൊലപാതകത്തിന് ശേഷം ഒരു പ്രതികാര നടപടി, തിരിച്ചൊരു പ്രത്യാക്രമണം ഉണ്ടായാൽ കൊല ചെയ്യാനുള്ള ഒരു പട്ടിക തയ്യാറാക്കിയതിൽ ആ പട്ടികയിൽ ഒന്നാമത്തെ പേരുകാരൻ രഞ്ജിത്ത് ശ്രീനിവാസൻ ആയിരുന്നു എന്നുള്ളതാണ്. ആ ഹിറ്റ് ലിസ്റ്റ് പിന്നീട് പ്രതികളിൽ മൂന്നാം പ്രതിയായ അനൂപിന്റെ ഭാര്യ വീട്ടിൽ നടത്തിയ തിരച്ചിൽ ഈ ലിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ മാസങ്ങൾ നീണ്ടു നിന്നൊരു പ്ലാനിംഗ്, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മറിച്ചൊരു പ്രത്യാക്രമണം വന്നാൽ തിരിച്ചാരെ ചെയ്യണം എന്നതടക്കമുള്ള കൃത്യമായൊരു ലിസ്റ്റ് അവർ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ കൊലപാതകം ഷാന്റെ മരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തന്നെ ഈ രഞ്ജിത്തിന്റെ കൊലപാതകം എന്ന് പറയുന്നത്, രഞ്ജിത്തും ഭാര്യ ലിഷയും ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകരാണ്. രഞ്ജിത്ത് നിയമസഭയിലേക്ക് അടക്കം ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചിട്ടുള്ള ആളാണ്. തീവ്രമായ അത്തരത്തിൽ ഒരു നിലപാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളോ ഉള്ള ഒരാളല്ല. സാധാരണഗതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു RSS BJP പ്രവർത്തകനാണ് എന്നുള്ളതാണ്. OBC മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആക്രമണം രഞ്ജിത്തിന്റെ വീട്, പ്രത്യേകിച്ച് ആ നഗരത്തിലെ വെള്ളക്കിണർ പോലെയുള്ള ഒരു പ്രദേശത്ത് അത്രയധികം ആളുകൾ റെസിഡൻഷ്യൽ ഒരു ഏരിയയിൽ കയറി അത്തരത്തിലൊരു കൊലപാതകം നടത്തും, ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടൊരു കൊലപാതകം നടത്തുമെന്ന് പോലീസ് പോലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ആ കൊലപാതകത്തിന്റെ രീതിയാണ്. അതായത് രാത്രി 1 മണിയോടുകൂടി രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഇവർ എത്തുന്നു. ഷാൻ കൊല്ലപ്പെട്ട അന്ന് രാത്രി 1 മണിയോടുകൂടി ഇവർ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഈ പ്രവർത്തകർ എത്തുന്നുണ്ട്. പക്ഷേ അപ്പോൾ സാഹചര്യം ശരിയല്ലായിരുന്നത് കൊണ്ട് അവർ മടങ്ങിപ്പോകുന്നു. പിന്നീട് വീണ്ടും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലത്ത് പോയി ഒരു പ്ലാൻ പദ്ധതി വീണ്ടും ആലോചിക്കുന്നു. അത്തരം കൂടിയാലോചനയ്ക്ക് ശേഷം പിന്നീട് രാവിലെ 6:30, അതായത് ആ കുട്ടി രാവിലെ, മൂത്ത കുട്ടി ട്യൂഷന് പോകുന്ന സമയവും അമ്മ ക്ഷേത്രത്തിൽ പോകുന്ന സമയവും ഒക്കെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അത്തരത്തിൽ ആ പരിസരത്ത് കൂടി ഉണ്ടായിരുന്ന SDPI പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് ആ വീട്ടിലേക്ക് ഇവർ എത്തുന്നത്. മാത്രമല്ല ഈ 13 പേരാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ ഈ 8 പേരോളം വാഹനത്തിൽ എത്തുന്നത് കൃത്യമായി ഇരുചക്ര വാഹനത്തിലാണ് ഈ 10 പേര് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ഇരുചക്ര വാഹനത്തിൽ മുഖം മറച്ച ഒരു ഭീതിതമായ ഒരു രീതിയിൽ ഒരു ആക്രമണത്തിന് പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ കൂട്ടമായി സഞ്ചരിച്ചാണ് ഇവർ പരസ്യമായി വന്ന് ഇത്തരം ഒരു കാര്യം ചെയ്തിട്ട് പോയത് എന്നുള്ളതാണ്. രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ രീതിയും അതിക്രൂരമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ വീട്ടിലേക്ക്, അവരുടെ വീടിന്റെ വിസിറ്റിംഗ് റൂമിലാണ് ഈ രഞ്ജിത്ത് കൊല ചെയ്യപ്പെട്ട് വീഴുന്നത്, ആക്രമിക്കപ്പെടുന്നത്. ആ വീടിനകത്തേക്ക് കയറുമ്പോൾ 13 വയസ്സുള്ള മകൾ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ രഞ്ജിത്തിന്റെ ഭാര്യയുണ്ട്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മയുണ്ട്. ഇവരെല്ലാവരും നിൽക്കുകയും ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് രഞ്ജിത്ത് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അത് എൽദോ കൂടം കൊണ്ട് ആദ്യം തലക്കടിക്കുന്നു. നമുക്ക് വിവരിക്കാൻ കഴിയില്ല, അത്രമാത്രം ക്രൂരമായിരുന്നു. കൂടം കൊണ്ട് തലക്കടിച്ച് ഒരു ഭാഗം, മുഖത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർത്ത ശേഷം പിന്നീട് ധാരാളം മുറിവുകൾ മാരകായുധങ്ങൾ കൊണ്ട് വെട്ടി മുഖത്തിന്റെ രൂപമടക്കം മാറ്റത്തക്ക രീതിയിൽ, അതൊരിക്കലും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലൂടെ പോലും തിരിച്ച് ആ മറ്റു രീതിയിലേക്ക് വരാത്ത രീതിയിൽ അത്രമാത്രം ക്രൂരമായി വികൃതമാക്കിക്കൊണ്ടായിരുന്നു ആ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. അത് റിപ്പോർട്ട് ചെയ്ത് അത് കണ്ട മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ആ കാഴ്ച നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ആ രീതിയിൽ അത്തരത്തിൽ ഒരാളുടെ, അത് ആ കുട്ടികളുടെ മുന്നിൽ വെച്ച്, അതായത് 13 വയസ്സുള്ള കുഞ്ഞിന്റെയും അമ്മയുടെയും ഒപ്പം തന്നെ ഭാര്യയുടെയും മുമ്പിൽ വെച്ചാണ്. ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് പോലീസ് അടക്കം എത്തുന്നത് ഒരു 10-15 മിനിറ്റ് വൈകിയാണ്. അതുവരെ ആ ആളെ എടുക്കാനായി തൊട്ടടുത്തുള്ള വീട്ടിലെ ഉള്ള ആളുകൾ പോലും അന്ന് അവിടെ എത്തുമ്പോൾ ഭയന്നിട്ട് അവർ തിരിച്ചിറങ്ങി പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത്രമാത്രം
ക്രൂരമായ ഒരു മനുഷ്യന്റെ രൂപത്തെ മാറ്റി എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു രഞ്ജിത്തിന്റെ, അത്രയും പൈശാചികമായ രീതിയിൽ നടത്തിയ ഒരു കൊലപാതകമായിരുന്നു എന്നുള്ളതാണ്. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിനടക്കം നമ്മൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്നതും അങ്ങനെ തന്നെയുള്ള ഒരു കാര്യമായിരുന്നു. അത്തരത്തിൽ ക്രൂരമായി വളരെ വൈരാഗ്യ ബുദ്ധിയോടെ തീരുമാനിച്ചുറച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കേസിൽ അകത്ത് ഉണ്ടായിട്ടുള്ളത്. അമ്മയും മകളും ഭാര്യയും അടക്കം അവരുടെ ഭർത്താവിന്റെയും അച്ഛന്റെയും ജീവൻ വിട്ടു നൽകണമെന്ന് കാലിൽ കെട്ടി വീണ ആ കുട്ടികളടക്കം കരഞ്ഞിട്ടും യാതൊരു ദാക്ഷിണ്യവും കാണിച്ചില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നിപ്പോൾ ഈ വാദം പൂർത്തിയായ ശേഷം ലിഷയെ നമ്മൾ കണ്ടു. അതായത് രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ അഭിഭാഷകയാണ് ആലപ്പുഴ കോടതിയിൽ. 2 പെൺമക്കളാണ്. അവർ പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടപ്പോൾ അവർ പറഞ്ഞത് പല ഘട്ടങ്ങളിലായി ഈ കേസ് അവരെ അഭിമുഖീകരിക്കണം. അതായത് ആ കുട്ടികൾ ഇപ്പോഴും ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ടില്ല. അവരുടെ കൺമുന്നിൽ വെച്ച് നടന്ന സംഭവത്തിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്ന് അവരാരും പുറത്തേക്ക് കടക്കാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. വീട്ടിനകത്തൊരു ശബ്ദം കേട്ടാൽ പോലും കുട്ടികൾ ഭയപ്പാടോടെ അവര് വരാറുണ്ട്. എല്ലാവരും കൂടി കുറെ നാളുകൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു മുറിക്കകത്ത് രാത്രി കിടക്കേണ്ടി വന്ന അത്രയും മാനസിക വ്യഥകളിലൂടെയാണ് അവർ കടന്നുപോയത് എന്നുള്ള സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഒരുപക്ഷെ ഷാന്റെയും കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഷാനും ഇതുപോലെ തന്നെ SDPIയുടെ നേതാവായി നിന്ന് ആ ഒരു തീവ്ര സ്വഭാവത്തോടുകൂടി നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ഭാഗമായി വന്ന് ഒരു രാഷ്ട്രീയ പ്രത്യാക്രമണത്താൽ കൊല ചെയ്യപ്പെട്ട ആളാണ് ഷാന്റെയും കുടുംബം സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപടി കടന്ന് സ്വന്തം പിതാവും ഒപ്പത്തിന്റെ ഭർത്താവും ഒക്കെ കൺമുന്നിൽ ഇത്ര ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുന്നതിന് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്ന ആ കുടുംബം ഇത്രയും നാളായിട്ടും അവരെ കോടതി വിധിയിലടക്കം വിചാരണ കാലയളവിലടക്കം ആ അമ്മയും രഞ്ജിത്തിന്റെ അമ്മയും ഒപ്പത്തിന്റെ ഭാര്യയും ഈ കുട്ടിയും അടക്കമാണ് ഇവരടക്കമുള്ള 156 പേരാണ് സാക്ഷികളായി ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഇവരൊക്കെയും ഈ കാര്യങ്ങൾ ആവർത്തിച്ച് കോടതിയിലേക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരു കൊലപാതകം, അതും ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച്. ഇപ്പോൾ ലിഷ ഈ കോടതി വിധിക്ക് ശേഷം പുറത്തു വന്ന് സംസാരിച്ചപ്പോൾ ഈ ട്രോമയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ വാദത്തിന്റെ സമയത്ത്, അന്വേഷണത്തിന്റെ സമയത്ത്, പ്രത്യേകിച്ച് ആ കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്തൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട്, വല്ലാത്ത പ്രയാസം, പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടാകും അന്വേഷണ സംഘം. പ്രോസിക്യൂഷനും അത് വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ടാകണം. പ്രത്യേകിച്ചും ആ കുഞ്ഞിന്റെ ഒരു മാനസികാവസ്ഥ അത്രത്തോളം ഭീകരമാണ്, ആ സാഹചര്യത്തെ നേരിട്ടു എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ പ്രോസിക്യൂഷന് എത്രത്തോളം സാക്ഷികളെ, എത്രത്തോളം രേഖകളൊക്കെ സമർപ്പിക്കേണ്ടി വന്നു? ഇത് കൃത്യമായും ഇങ്ങനെ ഗൂഢാലോചന നടത്തി ആസൂത്രിതമായിട്ടുള്ള ഒരു അതിക്രൂര കൊലപാതകമാണെന്ന് കോടതിയിൽ ബോധിപ്പിക്കാൻ, തെളിയിക്കാൻ. ഇതിനകത്ത് എൽദോ ഏറ്റവും പ്രശംസനീയമായി പറയേണ്ടത് പോലീസിന്റെ ഒരു അന്വേഷണം വളരെ മികവാർന്നതായിരുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ ഡിവൈഎസ്പി ജയരാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. കാരണം ഡിവൈഎസ്പി ഓഫീസിന്റെ മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് ഇങ്ങനെ ഒരു പോലീസ് കൃത്യമായി അത് ഒരു രാത്രി മുഴുവൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ ഡ്യൂട്ടി ഒന്ന് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. അത്തരത്തിൽ ഒരു പോലീസിന് തന്നെ ഏറ്റവും ഒരു പ്രഹരം പോലെയായിരുന്നു ഈ കൊലപാതകം. എന്തായാലും ആലപ്പുഴ ഡിവൈഎസ്പി ജയരാജന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം അത് വളരെ മികവാർന്ന അന്വേഷണമായിരുന്നു അവർ നടത്തിയത് എന്നുള്ളതാണ്. ആ മികവാർന്ന അന്വേഷണത്തിലൂടെ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനായി പോലീസിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 1000-ഓളം രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 1400 പേജ് വരുന്ന കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. 100 തൊണ്ടിമുതലുകൾ അടക്കമുള്ള കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഡിജിറ്റൽ രേഖകൾ, അതായത് CCTV ദൃശ്യങ്ങൾ, ഒപ്പം ഇവർ സഞ്ചരിക്കുന്ന വിഷ്വലുകൾ എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് നൽകിയത്. അത്തരത്തിൽ ഇന്ന് പ്രോസിക്യൂഷനും അക്കാര്യം, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കലും അക്കാര്യം പറയുന്നുണ്ടായിരുന്നു. പോലീസ് നല്ല രീതിയിൽ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ് അതിവേഗം വിചാരണ പൂർത്തീകരിക്കാനായി കഴിഞ്ഞത്. പക്ഷേ വിചാരണ കാലയളവിൽ അതിനേക്കാൾ പല നാടകീയമായ സംഭവങ്ങളും ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഷാന്റെ കേസും രഞ്ജിത്തിന്റെ കേസും ആലപ്പുഴ കോടതിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആലപ്പുഴ കോടതിയിൽ നിന്നും കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ, അതായത് ഇത് രഞ്ജിത്തും ഈ പറഞ്ഞ പോലെ രഞ്ജിത്തും ലിഷയും പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയാണ് ആലപ്പുഴ കോടതി. അപ്പോൾ ഈ ആലപ്പുഴ കോടതിയിൽ നിന്ന് കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി
അവിടെ ഇടപെടലൊക്കെ ഈ വിഷയത്തിനകത്തുണ്ടായി. ആ വിചാരണ കാലയളവ് വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു തടസ്സമായി നിന്നു. ആലപ്പുഴ കോടതിയിൽ നിന്ന് പിന്നീട് തൊട്ടടുത്ത കോടതിയായ മാവേലിക്കര കോടതിയിലേക്ക് ഈ കേസ് മാറ്റി എന്നുള്ളതാണ്. മാവേലിക്കര കോടതിയിൽ എത്തിയതിനു ശേഷവും പിന്നീടും അവിടെയും സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ പ്രതികൾ കേസ് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. മാത്രമല്ല തങ്ങൾക്കായി ഹാജരാകാനായ അഭിഭാഷകർ എത്തുന്നില്ല എന്നുള്ള വാദം പറഞ്ഞു. തുടർന്ന് ലീഗൽ സെല്ലിൽ നിന്നും മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജ് ജി ശ്രീദേവി തന്നെ ലീഗൽ സെല്ലിൽ നിന്നും ഒരു അഭിഭാഷകനെ ഇവർക്കായി ചുമതലപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ആ അഭിഭാഷകൻ ഇവർക്ക് വേണ്ട എന്നുള്ള നിലപാട് പ്രതികൾ സ്വീകരിച്ചു. പിന്നീടാണ് ഒരു അഭിഭാഷകൻ എത്തുകയും ഈ കേസ് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത്. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തേക്ക് കേസ് മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. ഇങ്ങനെ പരമാവധി ഈ കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പിന്നീട് സുപ്രീം കോടതി വരെ ഇത് പോയി. സുപ്രീം കോടതി വരെ ഈ കേസ് വിചാരണ കോടതി മാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസ് നീണ്ടു. തുടർന്ന് സുപ്രീം കോടതി അടക്കം ഹൈക്കോടതി കേസ് ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്ന ആവശ്യം തള്ളിയിരുന്നു. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകുകയും അങ്ങനെയാണ് ഈ കേസിൽ വീണ്ടും വിചാരണ ആരംഭിക്കുകയും ഇവരെ വിസ്തരിക്കുകയും ഒക്കെ 156 സാക്ഷികളെ വിസ്തരിക്കുകയും ഒക്കെ ചെയ്ത് 49 ദിവസം കൊണ്ട് വിചാരണ പൂർത്തീകരിക്കാനായി കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത് 8 പേർക്ക് ഈ കൊലപാതക കേസുമായി നേരിട്ട് വീടിനകത്ത് പ്രവേശിച്ചവരാണ്. ബാക്കിയുള്ള ആളുകൾ പുറത്തു നിന്നവരുമാണ്. ഇതിൽ പ്രതികളുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്. നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലം, സലാം പൊന്നാട്, അബ്ദുൽ കലാം, സഫറുദ്ദീൻ, മുൻഷാദ, ജസീബ് രാജ, നവാസ്, ഷമീർ, നസീർ, സക്കീർ ഹുസൈൻ, ഷാജി പൂവത്തിങ്കൽ, ഷർനാസ്, അഷറഫ് ഇത്രയും പേരാണ് ഈ കേസിൽ പ്രതികളായി ഉള്ളത്. ഇതിൽ തന്നെ ആദ്യത്തെ 8 പേർ ഉൾപ്പെടെ ഈ 15 പേരും കൊലക്കുറ്റത്തിന് അർഹതയുള്ളവർ ഈ 15 പേരും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് എന്നുള്ളതാണ് ഇന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഗൂഢാലോചനയിൽ പങ്കുള്ള ആളുകളെ കൂടിയും കൊലക്കുറ്റത്തിന് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് പ്രതിഭാഗം വാദം കേൾക്കുക. അതിനുശേഷമാവും ശിക്ഷാവിധി പ്രസ്താവിക്കുക. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ ആ പ്രതികൾ എല്ലാവരും കുറ്റക്കാരാണ് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു എന്നുള്ളതാണ്. ശിക്ഷാവിധി ഇനി അത് തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ശരണ്യാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി ഈ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല അത് ഇന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധമായി വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ ജ്വാല തീർക്കാനുള്ള ശ്രമത്തിൽ ഡിവൈഎഫ്ഐ. അതിലേക്ക് എത്താം. വി വിനോദ് ചേരും ഇടവേളയ്ക്ക് ശേഷം. എന്തായാലും പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള പ്രതീക്ഷയിലാണ്, നൽകണമെന്നുള്ള അപേക്ഷയാണ് കോടതിക്ക് മുന്നിലേക്ക് രഞ്ജിത്തിന്റെ കുടുംബം വെക്കുന്നത്. ഈ 15 പ്രതികൾ, അതായത് 8 പേർ നേരിട്ട് പങ്കുള്ളവരും ബാക്കിയുള്ളവർക്കും എതിരെയും ഈ കൊലപാതക കുറ്റം തന്നെയാണ്, ഗൂഢാലോചന അടക്കം നടത്തിയവർക്കെതിരെയും കൊലപാതക കുറ്റം തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. മാത്രമല്ല രഞ്ജിത്തിന്റെ ഭാര്യയെയും മക്കളെയും ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചിരുന്നു. അക്കാര്യങ്ങൾ കൂടി പോലീസ് ഈ കേസിനകത്ത് ചുമത്തിയിരുന്നു. എന്തായാലും തിങ്കളാഴ്ച പ്രതിഭാഗം വാദം കേട്ടതിന് ശേഷമായിരിക്കും ഈ കേസിൽ വിധി പറയുക. മുഴുവൻ പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ഭാര്യ ലിഷയും പരമാവധി ശിക്ഷ നൽകണമെന്ന് രഞ്ജിത്തിന്റെ അമ്മയും പ്രതികരിച്ചു. വിധിയിൽ ആശ്വാസമുണ്ട്. 15 പേരും കുറ്റക്കാരാണെന്ന് കണ്ടതിൽ ആശ്വാസമുണ്ട്. ഈ ശിക്ഷ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് പരമാവധി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നമ്മളെ പരമാവധി ബുദ്ധിമുട്ടിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അവർ കേസ് നീട്ടാനും പല പ്രാവശ്യം സ്റ്റേയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. എന്നാലും കോടതി അതിനെല്ലാം മേലെ സത്യത്തിൽ കണ്ടെത്തി എന്നുള്ളൊരു ആശ്വാസമാണ്. ശരിക്കും സുപ്രീം കോടതി വരെ പോയതാണ് അവർ. ഏതായാലും സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധിക്ക് വിട്ടു. ഹൈക്കോടതി അടുത്ത സ്റ്റേഷൻ തൊട്ടടുത്ത അഡീഷണൽ ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റിയതായിരുന്നു. തിങ്കളാഴ്ച അവരുടെ ഭാഗം കേൾക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷമേ ശിക്ഷാവിധി പറയുകയുള്ളൂ. എന്തായാലും ഉറച്ചു വിശ്വസിക്കുന്നു കോടതി, നീതിപീഠത്തിൽ വിശ്വാസമുണ്ട്.
സ്പോട്ട് ലൈവ് ഇനി പോകുന്നത് ഡിവൈഎഫ്ഐയുടെ മനുഷ്യചങ്ങലയിലേക്കാണ്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ മനുഷ്യചങ്ങല വൈകിട്ട് നടക്കും. ട്രെയിൻ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും സാമ്പത്തിക ഉപരോധത്തിനും എതിരെയാണ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ചങ്ങല തീർക്കുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP ആദ്യത്തെ കണ്ണിയാകും. രാജ്ഭവന് മുന്നിൽ EP ജയരാജൻ അവസാന കണ്ണിയുമാകും. രാജ്ഭവന് മുന്നിൽ നടക്കുന്ന പൊതുയോഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. VV വിനോദാണ് ചേരുന്നത് രാജ്ഭവന് മുന്നിൽ നിന്ന്. വിനോദ്, അവിടെ വേദി തയ്യാറാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ രാജ്ഭവന് മുന്നിൽ ഒരു വലിയ സമ്മേളനമാണോ ആസൂത്രണം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ? എന്തോ കേന്ദ്ര നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്നത്തെ മനുഷ്യചങ്ങല. ഡിവൈഎഫ്ഐയുടെ പ്രതിനിധികളായി ഏതാണ്ട് 20 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് സംഘടന നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വർഗ ബഹുജന സംഘടനകൾ CIT ഉൾപ്പെടെ CPM അനുകൂല പോഷക സംഘടനകളിൽ നിന്ന് ഏതാണ്ട് അത്ര തന്നെ ആളുകൾ ഈ മനുഷ്യചങ്ങലയുടെ ഭാഗമാകുമെന്നും ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. റെയിൽവേ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കുക. നമുക്കറിയാം, വന്ദേ ഭാരതൊക്കെ വന്നപ്പോൾ വലിയ തോതിൽ BJP നേതൃത്വം അതിന് പ്രചാരം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അവിടെ സാധാരണക്കാർ നേരിടുന്ന പ്രയാസമുണ്ട്. വന്ദേ ഭാരതുകളുടെ എണ്ണം കൂടുമ്പോൾ സാധാരണ ജനങ്ങൾ യാത്ര ചെയ്യുന്ന പാസഞ്ചർ ട്രെയിനുകൾ ഉൾപ്പെടെ പിടിച്ചിടുന്ന ഒരു നില. റെയിൽവേ അനുബന്ധ വികസനം അല്ലെങ്കിൽ അടിസ്ഥാന വികസനം ഒരു വശത്ത് നടക്കുന്നില്ല. ഈ പാത ഇരട്ടിപ്പിക്കൽ ഒക്കെയുള്ള കാര്യങ്ങൾ അത് ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഇങ്ങനെ ഇലക്ഷൻ സ്റ്റണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗിമ്മിക്ക് എന്ന നിലയിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചില തീവണ്ടികൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ, ചില ട്രെയിനുകൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അടിസ്ഥാന വികസനം കൂടി അതിനൊപ്പം നടപ്പാക്കേണ്ടതുണ്ട്. പക്ഷെ അത് നടത്തുന്നില്ല. അതുകൊണ്ട് സാമാന്യ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ആ റെയിൽവേയുടെ കാര്യത്തിൽ തന്നെ പറയുന്നത് ഈ സർക്കാർ ഓഫീസുകളിലേക്കും മറ്റു ജോലിക്കും വിദ്യാഭ്യാസ ആവശ്യത്തിനുമൊക്കെയും ദൈനംദിനം സഞ്ചരിക്കുന്ന ജനങ്ങളുണ്ട്. അവർക്കൊക്കെയും ഈ ട്രെയിനുകൾ പിടിച്ചിടുന്നത് വഴി വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കുന്നില്ല. യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് റെയിൽവേ ലൈനിന്റെ തന്നെ വളവുകൾ നിവർത്തുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യാതെ ട്രെയിനുകൾ കൊണ്ടുവരുന്നു എന്ന പ്രചരണം മാത്രം നടത്തുന്നു. അത് ജനങ്ങളെ കബളിപ്പിക്കലാണ് എന്ന ആരോപണം. മറ്റൊന്ന്, കേരളത്തോടുള്ള ഈ സാമ്പത്തിക നയമാണ്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയം അത് വലിയ തോതിൽ കേരളത്തെ ഞെരുക്കുന്നു എന്നത് മന്ത്രിസഭയുടെ, സർക്കാരിന്റെ, ഇടതു മുന്നണിയുടെ ഒക്കെ തന്നെയും കാലങ്ങളായുള്ള ആരോപണവും പരാതിയും ആണ്. നിരവധി തവണ കേന്ദ്രത്തിന് കത്തെഴുതുന്ന സാഹചര്യമുണ്ട്. GST വിഹിതം, അതായത് നികുതി വരുമാനത്തിൽ കേരളത്തിന് കിട്ടേണ്ട വരുമാനം പോലും തരുന്നില്ല. ഗണ്യമായി ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കുന്ന നിലയാണ്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ പ്രയാസം സർക്കാർ നേരിടുന്നു. ശമ്പളവും പെൻഷനും ഒരു വശത്ത്, ക്ഷേമ പെൻഷനും അടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് യുവജനങ്ങൾക്ക് നൽകുന്ന അവസരമുണ്ട്. ആ അവസരമെല്ലാം നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്ന ഒരു കാര്യം ഈ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി ഡിവൈഎഫ്ഐ ഉയർത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി പറയുന്നത് കേന്ദ്രത്തിന്റെ നിയമന നിരോധനം എന്ന കാര്യമാണ്. അതായത് കേന്ദ്രം വാഗ്ദാനം ചെയ്ത തൊഴിലുകൾ നൽകുന്നില്ല. അത് ആദ്യ മോഡി സർക്കാരാകട്ടെ, പിന്നീട് വന്ന മോഡി സർക്കാരാകട്ടെ, ഇതെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലോ അല്ലെങ്കിൽ വോട്ടർമാർക്കോ നൽകുന്ന വാഗ്ദാനം പാലിക്കുന്നില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉയർത്തി കാണിക്കുന്ന ഏറ്റവും ഒടുവിൽ വന്നത്, അതായത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള UPSCയുടെ കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം, അതായത് സർക്കാർ നിയമനം നൽകിയിട്ടുള്ള സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാനം കേരളമാണ്. ആ നിലയിൽ വലിയ തോതിൽ യുവജനങ്ങൾക്ക് സർക്കാർ ജോലി നൽകിയ സംസ്ഥാനം കേരളമായി വന്നിരിക്കുന്നു. കേരളത്തെക്കാൾ വളരെ പിന്നിലാണ് ഈ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പോലും. അത്തരത്തിൽ യുവജനങ്ങളോട് നീതി കാണിക്കുന്ന, യുവജനങ്ങൾക്ക് തൊഴിലവസരം നൽകുന്ന, അഭ്യസ്തരായ യുവജനങ്ങൾക്ക് ജോലി നൽകുന്ന, സർക്കാർ ജോലി നൽകുന്ന, അവർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സർക്കാർ സംസ്ഥാനത്തുണ്ട്. അത് കേന്ദ്രം ഇത്തരത്തിൽ വലിയ ഞെരുക്കം സാമ്പത്തികമായി തന്നെ സർക്കാരിനെ വരിഞ്ഞ് മുറുക്കുമ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് വലിയ തോതിൽ മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് കഴിയുന്നു. സംസ്ഥാനത്തിന് യുവജനങ്ങൾക്ക് അവസരം നൽകാനും അവരെ നിരാശരാക്കാതെ അവർക്ക് തൊഴിൽ നൽകുന്നതിനും
സംസ്ഥാന സർക്കാരിന് കഴിയുന്നു, ഇടത് സർക്കാരിന് കഴിയുന്നു എന്ന ഒരു വശം കൂടി ഉയർത്തിക്കാട്ടി അതേസമയം യുവജനതയോട് ഒരു നീതിയില്ലാത്ത സമീപനമാണ് കേന്ദ്രം കാണിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ പ്രധാനമായും ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ മനുഷ്യച്ചങ്ങലയുടെ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് 1 ലക്ഷം പേർ പങ്കെടുക്കും. വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ രാജ്ഭവനിൽ അവസാന കണ്ണിയായി ചേരുന്നത് LDF കൺവീനർ EP ജയരാജനാണ്. അദ്ദേഹം DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ AR റഹീമാണ് കാസർഗോഡ് ഇതിന്റെ കണ്ണിയുടെ ആദ്യത്തെ ആളായി അണിചേരുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വിവിധ നേതാക്കളുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ഷിജു ഖാൻ ചേരുന്നു, DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഷിജു, നമ്മൾ പറഞ്ഞു വരികയായിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള ഒരു സമരം, അത് വലിയ തോതിൽ പ്രതിഫലിക്കുന്ന ഒരു സമര പരിപാടിയായി തന്നെയാണോ ഇന്ന് മാറുക? തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു യുവജന പ്രതിരോധത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. 87-ൽ DYFI സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയ്ക്ക് ശേഷം രാജ്യത്ത് ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് ഒരുപക്ഷെ കേരളത്തിലെ DYFI നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കാസർഗോട്ട് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് AR റഹീം കണ്ണിയാകുന്നത് മുതൽ ഇവിടെ രാജ്ഭവനിൽ സഖാവ് EP ജയരാജനും സഖാവ് MV ഗോവിന്ദൻ മാഷും സഖാക്കൾ SRPയും MA ബേബിയും അനാവൂർ നാഗപ്പനും V ജോയിയും DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് VK സനോജും പ്രസിഡന്റ് വസീഫും കലാസാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഒട്ടനേകം പ്രതിഭാശാലികളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് DYFI ഏറ്റെടുത്ത ഒരു ക്യാമ്പയിനാണ്. എന്നാൽ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ ഈ കേരളത്തിന്റെ ഒരു ആവശ്യം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമാണ് DYFI ഏറ്റെടുക്കുന്നത്. രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയാണ് DYFI ഏറ്റെടുക്കുന്നത്. കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനെതിരായ കേന്ദ്ര ഗവൺമെന്റിനെതിരായ താക്കീതാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല നിലയിൽ പങ്കാളികളാവുകയാണ്. നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, UPSCയുടെ പുതിയ കണക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നൽകിയ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ, അതായത് യുവജനങ്ങളോട് സംസ്ഥാന സർക്കാർ നീതി കാണിക്കുന്നു എന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും 2022 മുതൽ 2023 വരെയുള്ള ഒരു വർഷത്തെ കണക്കാണ് ഇപ്പോൾ UPSCയുടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നത്. അതുപ്രകാരം കേരളത്തിലെ നിയമനം ഏതാണ്ട് 65,000-ത്തിലധികം നിയമനങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റിനോട് ഞങ്ങൾ ചോദിക്കുന്നത് ഈ മറ്റ് ചില അയോധ്യ അടക്കമുള്ള കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് കേരളത്തിലെ പിണറായി സർക്കാർ കൊടുത്തത് 2,40,000 പേർക്കാണ് നിയമനം കൊടുത്തത്. ഇന്ത്യയിലെ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും ഞാൻ ഇടപെടുകയാണ്, സമയക്കുറവുകൊണ്ടാണ്. എന്തായാലും ഷിജു ഖാനാണ് അവിടെ പ്രതികരിച്ചത്. വലിയൊരു പ്രതിഷേധത്തിന് വേദിയൊരുക്കുകയാണ് DYFI എന്നാണ് ഷിജു ഖാൻ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് വൈകിട്ട് DYFIയുടെ മനുഷ്യച്ചങ്ങല നടക്കും കേന്ദ്രത്തിനെതിരെ. സ്പോട്ട്ലൈവ് വീണ്ടും മറ്റ് വാർത്തകൾ റിപ്പോർട്ടുകളുമായി നാളെ ഇതേ സമയത്ത് കാണാം. നമസ്കാരം.